ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ തന്നെ സ്വന്തം മുടിയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം പനി ആയതുകൊണ്ട് തല നനച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എണ്ണ തേക്കാനോ പറ്റിയിട്ടില്ല. അപ്പോഴെൻ്റെ മുടിയുടെ ഒരവസ്ഥ ഇതാണ് കേട്ടോ. ആ ഒരു സാഹചര്യം ഞാൻ റിക്കവർ ചെയ്തത് വളരെ ബുദ്ധിമുട്ടിയാണ് കേട്ടോ. എനിക്കതിൻ്റെ റെമഡി അറിയത്തില്ലായിരുന്നു. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ തലമുടിയിലൊന്ന് തൊടാനോ ജടയൊന്ന് അറുക്കാനോ പറ്റാത്ത സാഹചര്യമായിപ്പോയി. മുടിയുടെ കോലം പോലും ഈ രീതിയിലായിരുന്നു. പെയിനില്ല തലയിൽ, പക്ഷെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് വേപ്പല നമ്മുടെ തലമുടിയിൽ ഏത് ഭാഗത്തൊക്കെ നമുക്ക് ചൊറിച്ചിലുണ്ടോ അപ്പോൾ അതനുസരിച്ച് നമ്മുടെ തലയൊന്ന് വാഷ് ചെയ്തെടുക്കാനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതുപോലെ കറ്റാർ വാഴ, അപ്പോൾ അതിലെ കറ മാറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ നല്ല വൃത്തിയിൽ അതിൻ്റെ ആ നടുക്കുള്ള അതിൻ്റെ നീര് നമ്മളെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റണം. ഈ ഒരു മരുന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ തലയിലുള്ള ചെറിയ വേദന പോലെ നമുക്ക് മുടിയിലൊന്നും തൊടാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിലൂടെ മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് മിക്സി ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കല്ലുണ്ടല്ലോ, ഇടിക്കല്ല്, ആ ഇടിക്കല്ലിനകത്ത് നമുക്ക് ഈ ഇല ഇട്ട് ഇടിച്ച് അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കുന്ന രൂപത്തിലെടുക്കാം. മിക്സിയുടെ ജാർ എടുക്കുന്ന സമയത്ത് ബ്ലേഡിന് നല്ല മൂർച്ച ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടത്തുള്ളൂ. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളുടെ ആ ഒരു ചൊറിച്ചിൽ, അതുപോലെ തന്നെ നമ്മളുടെ മുടിയിലുള്ള ഉടക്ക്, ഇതെല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ നമ്മളുടെ മുടി പഴയ രീതിയിൽ തന്നെ വരും. ആൺപെൺ വ്യത്യാസമില്ലാതെ ഇത് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ചാറ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ചാറ് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏത് വെളിച്ചെണ്ണയാണോ ഉപയോഗിക്കുന്നത്, നമ്മൾ ചിലപ്പോൾ കാച്ചിയ എണ്ണയായിരിക്കും, ചിലപ്പോൾ സാദാ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ കാച്ചിയ എണ്ണ. അപ്പോൾ ഇതുപയോഗിച്ച് തല നല്ല രീതിയിൽ മസാജ് ചെയ്ത് വെക്കണം. അരമണിക്കൂറിന് ശേഷം അത് കഴുകിയും കളയണം. കഴുകി കളഞ്ഞ് മുടി നല്ല രീതിയിൽ ഉണക്കിയെടുക്കണം. ഉണക്കിയെടുക്കുന്നതെന്ന് പറയുന്നത്, ആ സമയത്ത് ജടയുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ളൊരു ചീപ്പ് മാത്രമേ ഉപയോഗിക്കാവൂ. കാര്യം നല്ല അകലമുള്ള ചീപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളുടെ മുടി പൊട്ടിപ്പോകാതെ നമുക്ക് നല്ല രീതിയിൽ കോതിയെടുക്കാനും കഴിയും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്